കടകംപള്ളിക്ക് അടുത്ത പണി. പോലീസിനെ ഇറക്കി തങ്ങൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ വെട്ടാൻ നോക്കിയതാണ്. പക്ഷേ ശ്രീകണ്ഠൻ എന്ന സ്ഥാനാർത്ഥി വിട്ടുകൊടുത്തില്ല. ഇതോടെ പോളിംഗ് സ്റ്റേഷന് മുൻപിൽ വാക്ക് തർക്കമായി. CPM ഗുണ്ട പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത് എന്ന് സ്ഥാനാർത്ഥിയായ ശ്രീകണ്ഠൻ പോലീസിനോട് ചോദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. സംഭവം തിരുവനന്തപുരം ഉള്ളൂരിലാണ്. സത്യത്തിൽ CPMന്റെ വിമത സ്ഥാനാർത്ഥി കൂടിയാണ് ശ്രീകണ്ഠൻ. അതിനൊക്കെ അപ്പുറത്ത് ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് കൂടിയായിരുന്നു ഇദ്ദേഹം. 1/4 നൂറ്റാണ്ടുകാലം CPM മുഖപത്രം ദേശാഭിമാനിയിൽ പ്രവർത്തിച്ച ശ്രീകണ്ഠൻ മത്സര രംഗത്തേക്ക് ഇറങ്ങിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തന്നോട് ആദ്യം തന്നെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് പല കളികൾ നടക്കുകയും അതിന്റെ ഭാഗമായി താൻ പുറത്തായതായും ഇതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണ് എന്നും ശ്രീകണ്ഠൻ ഉന്നയിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഏറെ വിവാദ നായകനായി മാറുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. എന്തായാലും പോളിംഗ് ബൂത്തിന് മുൻപിൽ പോലീസുകാരുമായി ഉണ്ടായ വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആയിക്കോട്ടെ, എനിക്കിപ്പം എന്റെ ആരുമല്ല, ഇവിടെ ഉള്ള സ്ഥാനാർത്ഥികൾ ആരും എനിക്ക് ഒരു ബന്ധുക്കളല്ല. ഞാൻ എന്റെ വികാരമൊക്കെ എനിക്കറിയാം എന്താണ് കഥ കേട്ടോ. എനിക്ക് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഗുണ്ടെന്ന് പറഞ്ഞാണ്. ഒരു ഗുണ്ടയും അല്ല, ഞാൻ ഒരു ഗുണ്ടേരെയും വീട്ടിലല്ല. ഞാൻ സർക്കാർ ജോലി ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും. നിങ്ങൾ ചെയ്യും. ഇവിടെ വരുന്ന വോട്ടർമാരും മുഴുവൻ ബന്ധുക്കളും. അതായിക്കോട്ടെ, അത് വെളിയിൽ 100 മീറ്റർ അവരെ വീട്ടിൽ പോയി ക്യാൻവാസ് ചെയ്യുക, എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് അകത്ത് കയറാൻ നേരത്തെ വരാം, അല്ലെങ്കിൽ പോളിൽ പോവാം. എനിക്ക് എല്ലാ ബൂത്തിലും പോകാനുള്ള ഇതാണ് തന്നിരിക്കുന്നത്. എല്ലാ ബൂത്തിലും പോകാനുള്ളത് ആയിക്കോട്ടെ, നമുക്ക് കയറാം, അവിടെ തിരക്കാൻ പോവാം. ഇതിന്റെ അകത്ത് നിൽക്കരുത്. മറ്റുള്ള പാർട്ടിക്കാർ കൂടെ ഇവിടെ കയറും. ആര് മറ്റുള്ള പാർട്ടി പറഞ്ഞു? മറ്റുള്ള പാർട്ടി ആര് പറഞ്ഞു? സാറിന് ആരോട് പറഞ്ഞു? മറ്റുള്ള ആര് പറഞ്ഞു? എല്ലാ പാർട്ടിക്കാരും പരാതി ഉള്ളതുകൊണ്ട് ഞാൻ ഉള്ളൂർ വാർഡിലെ കൊട്ടാരം ബൂത്ത്, ഉള്ളൂർ വാർഡിലെ കൊട്ടാരം ബൂത്ത് അങ്ങനെ വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളൂർ വാർഡിലെ കൊട്ടാരം ബൂത്ത്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഒരു ആള് ഇവിടെ വന്ന് ആൾക്കാരോട് സംസാരിച്ചിരുന്നു. അത് പിന്നെ ഏജന്റ് എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ ചേട്ടനൊക്കെ പറഞ്ഞ് ഏജന്റിനെ അകത്ത് കയറിയിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങും. അവർ അതിന് വിസമ്മതിക്കും. സാർ അറസ്റ്റൊന്നും ചെയ്യില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ട് അവശ്യം അയക്കുന്നുണ്ട്. കണ്ടോ, ശ്രീകണ്ഠൻ ഉണ്ടല്ലോ. ബന്ധുക്കളെന്ന് ഞാൻ ആയിക്കോട്ടെ, എനിക്കിപ്പം എന്റെ ആരുമല്ല, ഇവിടെ ഉള്ള സ്ഥാനാർത്ഥികൾ ആരും എനിക്ക് ഒരു ബന്ധുക്കളല്ല. ഞാൻ എന്റെ വികാരമൊക്കെ എനിക്കറിയാം എന്താണ് കഥ കേട്ടോ. എനിക്ക് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഗുണ്ടെന്ന് പറഞ്ഞാണ്. ഒരു ഗുണ്ടയും അല്ല, ഞാൻ ഒരു ഗുണ്ടേരെയും വീട്ടിലല്ല. ഞാൻ സർക്കാർ ജോലി ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും. നിങ്ങൾ ചെയ്യും. ഇവിടെ വരുന്ന വോട്ടർമാരും മുഴുവൻ ബന്ധുക്കളും. അതായിക്കോട്ടെ, അത് വെളിയിൽ 100 മീറ്റർ അവരെ വീട്ടിൽ പോയി ക്യാൻവാസ് ചെയ്യുക, എല്ലാം ചെയ്യാം. ബൂത്തിന്റെ ആൾക്ക് ക്യാൻവാസ് പാടില്ലെന്നേ പറഞ്ഞോളൂ. ബൂത്തിനകത്ത് അതെ, ശ്രീകണ്ഠൻ ക്യാൻവാസ് അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇങ്ങോട്ട് വന്ന ഈ ബൂത്തിനകത്ത് സ്ഥാനാർത്ഥിയായിട്ട് വിമത സ്ഥാനാർത്ഥിയില്ലേ LDFന്റെ എല്ലാ സ്ഥാനാർത്ഥി കൂടെ ഇതുപോലെ ഇതിന്റെ അകത്തൊന്നും സംസാരിച്ചുള്ള അവസ്ഥ വരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് അനുവാദമില്ല. മോളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. നമ്മൾ ജില്ലാ കളക്ടർ നിങ്ങളെ നിർദ്ദേശം അനുസരിച്ചല്ല ജോലി ചെയ്യുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ജോലി. ജില്ലാ കളക്ടറെ മറ്റേ സംസ്ഥാന കമ്മിറ്റി നമ്മൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഞാൻ തർക്കിക്കാനല്ല, ഇദ്ദേഹമാണ് തർക്കിക്കാൻ നിൽക്കുന്നത്. കാര്യം രാവിലെ ഒരേ ഇവിടെ നിന്ന് സംസാരിക്കണം. മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഇതുപോലെ വന്ന് ക്യാൻവാസ് ചെയ്ത ഉള്ള അവസ്ഥ ഓരോ ബൂത്തിന്റെ അകത്ത് നിന്ന് മറ്റുള്ളവരെ കൂടുതൽ സംസാരിക്കുന്നത് ക്യാൻവാസിംഗ് ആണ്. അതുകൊണ്ടാണ് പറയുന്ന സ്ഥാനാർത്ഥി ഇതോട്ട് മറ്റുള്ളവർ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. നേരത്തെ ഇപ്പൊ പുള്ളി എന്തോ പറഞ്ഞു, സ്ഥാനാർത്ഥിക്ക് ബൂത്ത് വിസിറ്റ് ചെയ്യാം. എന്ത് കുഴപ്പം? ബൂത്തിൽ വരാം. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം വേണ്ട. ഇദ്ദേഹം വോട്ട് ചെയ്തല്ല. 100 മീറ്റർ അപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക് ക്യാൻവാസിംഗ് ആവും, എന്തോണോ ആവാം. ക്യാൻവാസിംഗ് ബൂത്ത് പറ്റുന്നേ പറഞ്ഞോളൂ. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ബൂത്ത് വരാം, പര്യടനം നടത്താം. അത് ഇലക്ഷൻ കമ്മിറ്റി അനുവദിക്കുന്നുള്ളൂ, കുഴപ്പമില്ല. ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞാലേ വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുന്നവർ എന്ത് ക്യാൻവാസ് ചെയ്യുന്നു?
വോട്ട് ചെയ്യാൻ വരുന്ന അയാൾ വെറുതെ ഫ്രീ ആയിട്ട് വോട്ട് ചെയ്ത് പോകുക. അത്രേ ഉദ്ദേശിച്ചു. ഇഷ്യൂ ഉണ്ടാക്കാൻ ഞാൻ നേരം ഇവിടെ തിട്ടരുന്നേരം ഇവിടെ വന്നില്ലല്ലോ ഇഷ്യൂ ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ബൂത്ത് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ കാണാം. അത് 100 മീറ്ററിനപ്പുറത്ത് നമ്മൾ വരികയില്ല. 100 മീറ്റർ അപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് നമ്മൾ വരില്ല. കാണാം. 100 മീറ്റർ അപ്പുറത്തൂടെ അല്ലേ അവർ വരണം. അവിടെ കണ്ടുകൂടെ? വീട്ടിന്റെ അകത്ത് മാത്രം നിന്നാലേ കാണാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ട് എല്ലാ തവണയും ഒന്ന് പ്രശ്നം ഉണ്ടാകും. എനിക്കറിയാം എന്താണ് വിഷയം.